എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഇന്ത്യൻ കലിനറി ഇൻസ്റ്റിറ്റ്യൂട്ട് ICI എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന തിരുപ്പതിയിലെ മെയിൻ ക്യാമ്പസും അതുപോലെ തന്നെ നോയിഡയിലും ക്യാമ്പസുള്ള ഇന്ത്യൻ കലിനറി ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മളെ മിനിസ്ട്രി ഓഫ് ടൂറിസത്തിൻ്റെ അണ്ടറിലുള്ള സ്ഥാപനമാണ്. അപ്പോൾ അവിടെയുള്ള കോഴ്സുകളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. രണ്ട് കോഴ്സുകളാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് BBA കലിനറി ആർട്സും അതുപോലെ തന്നെ MBA കലിനറി ആർട്സുമാണുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ രാജ്യത്തിനകത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷെഫ് ആവണമെന്നാണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത്, അതല്ലെങ്കിൽ ഈ പറയുന്ന കലിനറി പ്രൊഫഷണൽ ആവാനാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ കോളേജ് ഇൻ ഇന്ത്യ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതുകൊണ്ട് തന്നെ ഒരു ഓട്ടോണമസ് ബോഡിയാണ് ഈ പറയുന്ന ICI എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ കലിനറി ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അവരുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്, അപ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അപ്പോൾ ഓരോന്നിൻ്റെ എലിജിബിലിറ്റി എന്താണ്, എത്രയാണ് ഫീസ് വരുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് എൻട്രൻസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിലേക്ക് കിടക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിരുപ്പതിയിലാണ് മെയിൻ ക്യാമ്പസ് ഉള്ളത്. നോയിഡയിലും ക്യാമ്പസ് ഉണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും നമ്പർ 1 എന്നാണ്, റാങ്ക് 1 ഇൻ ഇന്ത്യ എമംഗ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ നാഷണൽ പ്ലേസ്മെൻറ്റും കാര്യങ്ങളും ഉണ്ട്. സേഫ് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ് എന്ന് പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കോഴ്സുകൾ BBA കലിനറി ആർട്സും അതുപോലെ MBA കലിനറി ആർട്സിനുമാണ് ഇപ്പോൾ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. എൻട്രൻസ് എക്സാമിനേഷൻ്റെ ബേസിലാണ് അഡ്മിഷൻ നടത്തുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ QR കോഡ് സ്കാൻ ചെയ്തിട്ടും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ എങ്ങനെ ആപ്ലിക്കേഷൻ സമർപ്പിക്കാമെന്നും വെബ്സൈറ്റിൽ എവിടെയാണ് ആപ്ലിക്കേഷൻ കിടക്കുന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് നോക്കണം. ഇപ്പോൾ തിരുപ്പതിയിലും നോയിഡയിലും 2 വീതം മൊബൈൽ നമ്പേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ യെല്ലോ കളറായിട്ട് ഓപ്ഷൻ കണ്ടോ, BBA MBA കലിനറി ആർട്സ് എൻട്രൻസ് രജിസ്ട്രേഷൻ 2025-26 എന്നാണ്. അവിടെ ക്ലിക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു വിൻഡോയാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്, ഒരു പുതിയ വിൻഡോയാണ്. ആ വിൻഡോയിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ നെയിം, അതുപോലെ തന്നെ നിങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് കൊടുക്കുന്നുണ്ട്, ഫാദേഴ്സ് നെയിം കൊടുക്കുക, എല്ലാം ക്യാപിറ്റൽ ലെറ്റർ വേണ്ടത് ക്യാപിറ്റൽ ലെറ്റർ എന്ന് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാമ്പസിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരുപ്പതിയിലും നോയിഡയിലും ക്യാമ്പസ് ഉണ്ട്. അപ്പോൾ അതേതാണ് ആ ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്യാം, പ്രിഫറൻസ് അനുസരിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ SLCയുടെ മാർക്ക്, അതുപോലെ ആധാർ കാർഡിൻ്റെ നമ്പർ, ആധാർ അപ്ലോഡ് ചെയ്യണം, SLCയുടെ പെർസെൻറ്റേജ്, അതിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്യണം. ഡിഗ്രിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, BBA ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ +2 ആണ് യോഗ്യതയായിട്ട് വരുന്നത്. എന്നാൽ അതേ സമയത്ത് നിങ്ങൾ MBA പ്രോഗ്രാം, MBA കലിനറി ആർട്സ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനി ഗ്രാജുവേഷനാണ് ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. അപ്പോൾ എലിജിബിലിറ്റി ആയിട്ട് അതാണ് വരുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഷെഫ് ആവണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാവും. അങ്ങനെ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഷെഫുമാരൊക്കെയാണ്. അവരാണ് ഏറ്റവും ബെസ്റ്റ് എന്നല്ല പറയുന്നത്. ഏറ്റവും നല്ല സാലറി വാങ്ങുന്നതിൽ ഒരു വിഭാഗം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഷെഫുമാരാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ കലിനറി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓട്ടോണോമസ് ബോഡിയാണ് അണ്ടർ മിനിസ്ട്രി ഓഫ് ടൂറിസം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇത് കമ്മീഷൻഡ് അറ്റ് തിരുപ്പതി എന്ന് പറയുന്നത് ആൻഡ് ഇറ്റ്സ് ചാപ്റ്റർ അറ്റ് നോയിഡ. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തിരുപ്പതിയിൽ സ്റ്റാർട്ട് ചെയ്ത് നോയിഡയിലും സെൻറ്ററുണ്ട്. ഇവിടെ നോക്കൂ, പ്ലേസ്മെൻറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ട്രെയിനിങ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ സ്ഥാപനങ്ങളും ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഉണ്ട്, താജ് ഉണ്ട്, ഒബ്രോയ് ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ മാരിയറ്റ് ഉണ്ട്, അക്കർ ഹോട്ടൽസ് ഉണ്ട്, ആമസോൺ ഉണ്ട്, ജിയോ മാർട്ട് ഉണ്ട്, ലാംഗ്ഹാം ഉണ്ട്, നെസ്ലെ ഉണ്ട്, ITC ഹോട്ടൽസ് ഉണ്ട്, ലെമൺ ട്രീ ഉണ്ട്. ഇവരൊക്കെ വഴിയാണ് ഈ പറഞ്ഞ പോലെ പ്ലേസ്മെൻറ്റും ട്രെയിനിങ്ങും ഒക്കെ നൽകുന്നത്. അപ്പോൾ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നോക്കുക. ഇപ്പോൾ ഏറ്റവും മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കോഴ്സിൽ 3 കോഴ്സുകളാണ് ഇവിടെ ഓൾറെഡി ഉള്ളത്. അതിൽ തന്നെ ഇപ്പോൾ 2 കോഴ്സുകൾക്കാണ് ഇപ്പോൾ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അതൊന്ന് BBA കലിനറി ആർട്സും രണ്ടാമത് MBA കലിനറി ആർട്സുമാണ്. അപ്പോൾ അതിന് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും മുകളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോർ എന്ന് കാണാൻ സാധിക്കും. ആ മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അപ്പോൾ അഡ്മിഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കോഴ്സിൻ്റെ പുതിയ വിൻഡോയിലേക്കായിരിക്കും നിങ്ങൾ പോകാൻ പോകുന്നത്. അവിടെ എല്ലാ കോഴ്സുകളും കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ആ കോഴ്സുകൾക്ക് ഓരോന്നിനും എത്രയാണ് ഫീസ് ഉള്ളത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനും അതിൻ്റെ കൂടെ തന്നെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ എലിജിബിലിറ്റി എന്താണെന്നും ഓരോ എൻട്രൻസ് എക്സാമിനേഷനും, ഇപ്പോൾ BBAക്ക് വേറെ എൻട്രൻസ് എക്സാമിനേഷനാണ്, അതുപോലെ MBAക്ക് വേറെ എൻട്രൻസ് എക്സാമിനേഷനാണ്. നെഗറ്റീവ് മാർക്സ് ഒന്നുമില്ല. ഒരു ഉത്തരം ശരിയായാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 1 മാർക്കാണ് കിട്ടുന്നത്.
അപ്പോൾ അതുപോലെ തന്നെ എങ്ങനെയാണ് അതിൻ്റെ ഡിവിഷൻ വരുന്നത് എല്ലാം, എത്ര അവേഴ്സാണ് എക്സാമിനേഷൻ, നിങ്ങൾക്ക് സ്ക്രീനിൽ വെച്ച് കാണാൻ സാധിക്കും എത്ര അവറാണ് എക്സാമിനേഷൻ വരുന്നത്, അതിന് എത്രയാണ് മാർക്ക് ഈ ഓരോന്നിനും ഉള്ളത്, അങ്ങനെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇംഗ്ലീഷിലാണ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ തന്നെ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിലുള്ള കാര്യങ്ങളൊക്കെയാണ് വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതാണ് ഏറ്റവും ബെസ്റ്റ് ടൈം. അപ്പോൾ സിലബസ് ഇവിടെ കാണാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇതേ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ന്യൂമെറിക്കൽ എബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അനലിറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, അതുപോലെ തന്നെ റീസണിങ് ആൻഡ് ലോജിക്കൽ ഡിഡക്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് വരുന്നുണ്ട്, അത് തന്നെ ആപ്റ്റിറ്റ്യൂഡ് ഓഫ് സർവീസ് സെക്ടർ വരുന്നുണ്ട്. അതാണ് BBA വരുന്നത്. എന്നാൽ MBA സംബന്ധിച്ചിടത്തോളം ഫുഡ് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, ഫുഡ് ആൻഡ് ബീവറേജ് സർവീസ് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ MBA സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. എന്നാൽ സംബന്ധിച്ച് ജനറൽ നോളജും ആപ്റ്റിറ്റ്യൂഡൊക്കെ അവിടെയും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ നേരത്തെ പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. പ്രിയമുള്ളവരെ, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുവാൻ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട വാങ്ങുന്നു. ഞാൻ ഹാരിഷ് പൂക്കോടൻ.